ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എന്നെ കേൾക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഹോളി സ്പിരിറ്റിൻ്റെ ഇമ്പാർട്ടേഷനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റിൻ്റെ പകർച്ച അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് വ്യാപിക്കുന്നതിനെ പറ്റി, മറ്റൊരാളിലോട്ട് പകരുന്നതിനെ പറ്റി, പകർച്ചയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. Holy Spirit impartation. The Bible speaks about the passing on of spiritual gifts and blessings to another person. അതിന് ബൈബിളിൽ കൂടി ഞാൻ തെളിയിക്കുകയാണ്. അതുകൂടാതെ എൻ്റെ അനുഭവത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഹോളി സ്പിരിറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്കറിയാം ഒത്തിരി പേർക്ക് അതിനെപ്പറ്റി സംശയമുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. പലരും പല രീതിയിലാണ് ഹോളി സ്പിരിറ്റിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പലരും ഒരു പക്ഷേ ഇതിന് കമൻറ്റ് പല രീതിയിൽ വന്നെന്നിരിക്കാം. അത് സാരമില്ല. ഞാൻ എൻ്റെ അനുഭവത്തെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് മാത്രമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് ഇമ്പാർട്ടേഷനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് അതങ്ങനെയാണ് ഇതങ്ങനെയാണ് എന്നൊക്കെ പറയാം. പക്ഷെങ്കിൽ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയാണ്, അതൊരു അനുഭവമാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരായ ഒരാൾക്ക്, അല്ലെങ്കിൽ എന്നോട് കൂടെ താമസിക്കുന്ന ഒരാൾക്ക്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നല്ലവണ്ണം മിനി ആരാന്നറിയാം അല്ലേ? അല്ലാതെ ഒരാൾ വന്ന് നിങ്ങൾ എന്നെ ഈ ടി വിയിൽ കൂടെ കണ്ടു, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ പോകുന്ന യാത്രയിൽ കണ്ടു, അതുകൊണ്ട് തന്നെ അല്പം മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ എന്നെ പൂർണ്ണമായിട്ട് അറിയേണ്ടത് എൻ്റെ കൂടെ താമസിക്കുന്ന, എൻ്റെ കൂടെ അനുഭവമുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്നെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നത്. അതുകൊണ്ടാണ് പഠിച്ചു വായിച്ചതൊക്കെ കറക്റ്റാണ്, അതിലൊക്കെ ഉപരിയായിട്ട് ഈ വേദപുസ്തകം ജീവനുള്ളതാകയാൽ, അത് സത്യമാകയാൽ അത് അനുഭവമാക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഇമ്പാർട്ടേഷൻ. ഹോളി സ്പിരിറ്റ് എന്നുള്ള വ്യക്തി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലോട്ട് വ്യാപരിക്കും. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 1 Timothy chapter 4 verses 14 says, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം. അപ്പോൾ തിമോത്തിയോസിന് കൃപാവരം ലഭിച്ചിരിക്കുന്നത് മൂപ്പന്മാർ കൈവച്ചത് കൊണ്ടാണെന്ന് ഇവിടെ വ്യക്തമാകുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമതായി നാം പഴയ നിയമം നോക്കുകയാണെങ്കിൽ നമ്പേഴ്സ് 11:16 പറയുന്നുണ്ട്, അത് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്. മോശ was so tired leading a vast diverse population of Israelites. അങ്ങനെ മോശ ഭയങ്കരം ക്ഷീണിച്ചു പോയപ്പോൾ, അത്രയും വലിയൊരു ജനത്തെ നയിക്കുവാൻ മോശയ്ക്ക് കഴിയാതെ വന്നപ്പോൾ, അത് മോശ യഹോവയായ ദൈവത്തോട് പറഞ്ഞപ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, നീ സമാഗമന കൂടാരത്തിൽ 70 മൂപ്പന്മാരെ കൊണ്ടുവന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് അവരുടെ മേൽ പകരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം മോശയുടെ മേലുള്ള ആത്മാവിനെ 70 പേരിൽ പകരും എന്ന് യഹോവ അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ മോശയിൽ കർത്താവ് കൊടുത്തിരുന്ന കർത്താവിൻ്റെ ആത്മാവിനെ കർത്താവ് എടുത്തിട്ട് 70 പേർക്ക് കൊടുത്തു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇതിന് അല്ലാതെ പല വേദഭാഗങ്ങൾ കണ്ടെന്നിരിക്കാം. ഞാനൊരു ബൈബിൾ സ്കോളർ അല്ല, എന്നാൽ ആത്മാവ് എന്നിൽ പ്രവർത്തിച്ചത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, എന്നാൽ ഞാൻ അതിൽ ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട്, ഒരു സിംഗിൾ മദർ, കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടായിരുന്നു.
എവിടെയാണ് ആരാണെന്നൊന്നും പറയുവാനായിട്ട് ഞാൻ ബിക്കോസ് ഓഫ് ദ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് ഒന്നും തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരിക്ക് ഒരു വീടിന് വളരെ ആവശ്യമായിരുന്നു. സിംഗിൾ മദർ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കുവാൻ വളരെ ആവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അവൾ പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ എന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പല നാളുകളിൽ പ്രാർത്ഥിച്ചു. ഈ സിംഗിൾ മദർ വളരെ കണ്ണുനീരോടുകൂടി, വിധവയാണല്ലോ, ഒരുപാട് വേദനയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമം തോന്നി. ആരുമില്ലാത്ത ഒരു സ്ത്രീ, അവൾ അനാഥയാണ്, അവളൊരു വിധവയാണ്, കുഞ്ഞുങ്ങളുമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വെളിയിൽ താമസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അവൾ മിഡിൽ ഈസ്റ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്, അവിടെയാണ് ജീവിക്കുന്നത്. നാട്ടിൽ അനാഥയായതിനാൽ ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാൻ അവൾക്ക് ആരുമില്ലായിരിക്കെ അവൾ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവൾക്ക് വീട് കൊടുക്കത്തില്ല. കാരണം മിഡിൽ ഈസ്റ്റിലൊക്കെ കൂടുതലും മാമ മാഫി ഫൈദ എന്ന് പറയും. എന്ന് വെച്ചാൽ അമ്മ പെണ്ണുങ്ങൾക്ക് അവകാശമൊന്നുമില്ല. അതുകൊണ്ട് അവൾക്ക് വിസയോ അതുമാതിരിയുള്ള ആനുകൂല്യമോ ഒക്കെ കിട്ടുവാൻ പ്രയാസമുള്ള ഒരു കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴൊക്കെ കാലങ്ങളൊക്കെ മാറി, അതിൻ്റെ ലോസൊക്കെ മാറി. എന്നാൽ ഞാൻ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 20-25 വർഷത്തെ മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് പാസ്റ്റർ PG വർഗീസ് അവിടെ മെസ്സേജ് പറയുവാൻ വേണ്ടി ഒരു ഓഡിറ്റോറിയത്തിൽ വന്നു. ഞാനും അവിടെ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ മെസ്സേജ് കഴിഞ്ഞപ്പോഴും രോഗമുള്ള ഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, ആയിരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരെയും പുള്ളിക്ക് കൈതൊട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഈ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ ഈ വിഷയത്തിൽ കർത്താവെ ഇവൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണം എന്ന് ഞാൻ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് വലിയൊരു കരം. സ്വർഗമെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ആകാശത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്ന ഒരു കരത്തെ ഞാൻ കണ്ടു. എനിക്ക് ആ കാര്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കർത്താവ് എന്തോരം പ്രവർത്തിക്കും, എന്തെങ്കിലും കർത്താവ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം. എന്നോടൊന്നും സംസാരിച്ചില്ല, ഞാനൊന്നും കേട്ടില്ല, പക്ഷെ ഞാൻ വലിയൊരു കാര്യം കണ്ടു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രേയറിന് പോയി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കരം കണ്ടു, അതുകൊണ്ട് നിന്റെ കാര്യം നടന്നിരിക്കും. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് നീളുന്ന ആ വലിയ കരം തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തിൻ്റെ കരമാണ്. ആ കരം നിനക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്നാൽ അതിൻ്റെ 2 ദിവസത്തോളം കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുമായിട്ട് മാറിക്കൊടുക്കേണ്ടമെന്നുള്ള ഓർഡർ വന്നു. അവൾ വളരെ വേദനയോടുകൂടി എല്ലാ സാധനങ്ങളും വെളിയിലൊരു വീടൊക്കെ കണ്ടുപിടിച്ചിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോള് വന്നു, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. നീ എത്ര നാള് ഈ രാജ്യത്തായിരിക്കുന്നുവോ അത്രയും നാളെ നിനക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് അവളുടെ മേലധികാരി വിളിച്ചു പറയുകയായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയ ദൈവവൈതലേ, അവൾ അവിടെ റിസൈൻ ചെയ്യുന്നത് വരെ വർഷങ്ങളോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 വർഷത്തോളം ആ കുഞ്ഞുങ്ങൾക്ക് അന്ന് ഈ പ്രശ്നമുണ്ടാകുമ്പോൾ 4ലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പ്രായമാണ്. എന്നാൽ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്കും കുഞ്ഞുങ്ങളാകുന്നത് വരെ ആ സ്ഥാപനത്തിൻ്റെ അക്കോമഡേഷനിൽ താമസിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൽ നിന്ന് പകർന്ന ആ ആത്മാവിനെ അങ്ങനെയുള്ള വ്യക്തികൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഞാൻ ഒരാളെ പ്രൊമോട്ട് ചെയ്യുകയല്ല, എൻ്റെ അനുഭവം അതാണ്. അതിൽ കൂടുതലായിട്ട് ദൈവത്തെ മാത്രമാണ് ഞാൻ ഉയർത്തുന്നത്. ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൽ നമ്മളുടെ മേൽ പ്രവർത്തിക്കും. കാരണം നാം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഹങ്കർ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇഫ് യു ആസ്ക് ദ ഹോളി സ്പിരിറ്റ് ടു God fill me with your spirit, anoint me with your spirit, definitely God will anoint you.
നമ്മുടെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം വായിക്കുമ്പോൾ നമ്മുടെ മേൽ ആത്മാവ് വന്നിറങ്ങും. അങ്ങനെ ആ വലിയ ദൈവദാസൻ പ്രസംഗിച്ച വചനമാണ് പ്രസംഗിച്ചത്. അത് കഴിഞ്ഞ് ആ ദൈവദാസൻ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആ വ്യക്തിയുടെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ വിഷയത്തിൽ പ്രവർത്തിച്ചു. പ്രൈസ് ഗോഡ്. അതിനാൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് there is impartation of Holy Spirit and there is a like passing on of spiritual gifts and blessings. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത്, ഈ വചനം വായിക്കുക. ഈ വചനമാണ് ജീവൻ. ആ ജീവനിൽ നിന്നും നമ്മുടെ ആവശ്യത്തിലോട്ട് ഒരു ഉൽപ്പത്തി അല്ലെങ്കിൽ ഒരു ഉത്ഭവമുണ്ട്. അതുപോലെ വചനം, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വചനത്തിലുള്ള ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കും. നമ്മളുടെ വേദനകളിൽ ആ വേദനയ്ക്ക് പ്രശ്ന പരിഹാരമായിട്ട്, നമ്മുടെ തടസ്സങ്ങളെ തുറക്കുവാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റമുണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്ന ആത്മാവാണ്. മോശയുടെ മേലുള്ള ആത്മാവിനെ 70 മൂപ്പന്മാരുടെ മേൽ കർത്താവ് അത് പകർന്നു കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ലോകത്തിലുള്ള ദൈവദാസന്മാരിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവുള്ള നല്ല ദൈവദാസന്മാരിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യത്തിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു.